അങ്ങനെ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ശിരുവാണി ഡാം. കേട്ടുകാണും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ശിരുവാണി ഡാമിലേക്കാണ് പോകുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ ഇടക്കുറിശി ജംഗ്ഷനിൽ വെച്ച് റൈറ്റിലേക്ക്, അതായത് പാലക്കാട് വശത്തുനിന്ന് വരികയാണെങ്കിൽ റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡാണ് ഈ ശിരുവാണി ഡാമിലേക്ക് പോകുന്ന റോഡ്. നമ്മൾ ചെറുക്കപ്പടിയിൽ നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം കഴിഞ്ഞ് നേരെ പാലക്കയത്താണ് എത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഇതാണ്. ഒരുപാട് വണ്ടികളുണ്ടെങ്കിൽ പോലും വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലക്കയം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ടേ ഉള്ളൂ ഇനിയുള്ള യാത്ര. വലിയ ടൗണൊന്നും അല്ല കേട്ടോ പാലക്കയം. ഒരു അത്യാവശ്യം കുറച്ച് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്നൊരു ഇതാണ്. കടകളൊക്കെ ഈ പാലം കടന്നതിന് ശേഷം താഴോട്ടുള്ള വഴിയിലാണ് കടകളുള്ളത്. അപ്പോൾ നമ്മൾ പാലം കടന്ന് നേരെയാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ വണ്ടിയിലുണ്ടോ, ഇവിടെ ഈ സമയത്ത് ഇവിടെ ഒരു 7:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല മഞ്ഞുണ്ട്. പക്ഷേ മുകളിലേക്ക് കയറുന്തോറും തണുപ്പ് കൂടും. ഈ പാലം കടന്നിട്ട് നമ്മൾ നേരെയാണ് പോകേണ്ടത്. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ പുഴ, ഇത് കാഞ്ഞിരപ്പുഴക്ക് പോകുന്ന റോഡാണ്. അത് ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന മല കണ്ടോ, അതിൻ്റെ അപ്പുറത്താണ് ഈ കാഞ്ഞിരപ്പുഴ നമ്മൾ വന്ന സ്ഥലം. ഇനി പാലത്തിൽ ചോട്ടിൽ എത്ര വെള്ളമുണ്ട് നോക്കട്ടെ. ഈ പുഴയിൽ ഇതിവിടെ വോളിബോൾ കളിക്കുന്ന കോർട്ടാണ്. വലയൊക്കെ കെട്ടി വെച്ച് ഇങ്ങനെ പുഴയ്ക്ക് ബോൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ചെറിയ മഴയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു മഴയുണ്ട്. ഈ വെള്ളം നേരെ പോകുന്നത് കാഞ്ഞിരപ്പുഴയിലേക്കാണ്. നമ്മൾ കാണുന്ന ഈ പള്ളിയില്ലേ, ഇതാണ് പാലക്കയം ചർച്ച്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ കയറിയിട്ട് ഒന്ന് വണ്ടി നിർത്തി ഇവിടുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇതൊരു വേറെ ചർച്ചാട്ടോ. താഴത്ത് കണ്ട ചർച്ചല്ല. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടേ വണ്ടി നിർത്താവൂ. നല്ല ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അത് മറക്കരുത്. അതൊരു ചോലയാണ്. മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ കാണുന്നത്. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ നേരത്തെ കണ്ട പള്ളിയാണ് കാണുന്നത്, ആ ചർച്ചാണ് കാണുന്നത്. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കാണുന്നില്ല, ആ പള്ളിയാണ്. ഒരു 2-3 കിലോമീറ്റർ മുകളിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അത്യാവശ്യം ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത്. ഇവിടെ ഈ അരികിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് നിൽക്കണം. താഴത്തേക്ക് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളാണ്. നേരത്തെ കണ്ട ചോലയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ സൈഡാക്കി ആ താഴത്തുനിന്ന് പിന്നെയും വന്നു കേട്ടോ. ഒരു 1.5 കിലോമീറ്ററോളം ഇങ്ങോട്ട് വന്നു. ഇവിടെ ഏകദേശമൊക്കെ കാണാൻ ആ താഴെ കണ്ടതുപോലത്തെ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ വണ്ടി ഇവിടെ നമുക്ക് സൈഡാക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇത് അത്യാവശ്യം വീതിയുള്ളൊരു റോഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ വണ്ടി നിൽക്കുന്നത് കാണിച്ചു തരാം. ഇതാ നിൽക്കുന്നു വണ്ടി. ഞാൻ വന്നപ്പോൾ ഒരുപാട് പേര് സെൽഫി എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം മാറി നിന്നു. ഇനിയിപ്പോൾ അവരെ വീഡിയോയിൽ പകർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നു. അത്യാവശ്യം ആളുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന മതിലിൽ ഇങ്ങനെ ഇരുന്ന് സെൽഫി എടുക്കും, അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മാറിക്കൊടുത്തതാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് താഴത്തോട്ട് പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ആരിനെയും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. മലകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ മലകളുടെ മുകൾവശം കാണാൻ പറ്റുന്നില്ല. നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ചർച്ചയും കണ്ടു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു ചർച്ചാണ് കേട്ടോ. അത് വേറെ ഒരു ചർച്ചാണ്. അപ്പോൾ നമ്മൾ വണ്ടി നിൽക്കുന്ന ഇവിടുന്ന് വണ്ടി എടുത്ത് നമുക്ക് ഇനിയും പോയി നോക്കാം.
അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് വന്നു. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉയരം കൂടുന്തോറും പിന്നെ എന്താണ് ചായയുടെ രുചി കൂടുന്നെന്ന് പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും വീഡിയോ മനോഹരമായിട്ട് വരും. അത്രത്തോളം ഉയരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് മനോഹരമായി തോന്നുന്നുണ്ട് വീഡിയോയിൽ. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റാണ്. ഏകദേശം ചെക്ക് പോസ്റ്റ് വരെയൊക്കെ ഉള്ളൂ വണ്ടി കൊണ്ട് പോകാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കാഴ്ച പകർത്തിയിട്ട് നമ്മൾ അതാ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ പിന്നെയും ലേശം കൂടെ മുകളിലോട്ട് വന്നിട്ട് എടുക്കുകയാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് കാണിച്ചു തരാം. അതിനപ്പുറത്തേക്ക് വണ്ടി വിടില്ല. വണ്ടി അവിടെ നിർത്തിയിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ വന്ന ഭാഗമാണ് ഈ കാണുന്നത്. ആ നേരത്തെ കാണിച്ച ബോർഡാണ് ആ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് വന്ന് വണ്ടിയൊക്കെ അവിടെ ഒതുക്കി നിർത്തി. ഇനി ഇവിടെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ നല്ല വഴുക്കലുള്ളതാണ്. വഴുക്കിയ നമ്മൾ ഇവിടുന്ന് പോന്നാൽ നേരെ പാലക്കയത്ത് എത്തും. പിന്നെ നമ്മളെ വണ്ടി എടുക്കാൻ നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ട് വരേണ്ടി വരും. അത്രയും വഴുക്കലുണ്ട്. പിന്നെ താഴത്തേക്ക് പോവാതിരിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. അത്രയും ഇതായി കിടക്കുകയാണ്. വലിയ ഒരു കുഴിയായിട്ട് തന്നെ കാണുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ ഫോണിൽ നിങ്ങൾക്കത് അത്രത്തോളം ക്ലിയറായിട്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല. എങ്കിലും എനിക്ക് പറ്റുന്ന അത്രത്തോളം ഞാൻ ക്ലിയറാക്കി എടുക്കുന്നുണ്ട് വീഡിയോ. തീർച്ചയായും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ആ പള്ളിയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. കാണുന്നുണ്ടോ? നമ്മൾ താഴത്തുനിന്ന് കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. വണ്ടിയൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡ് കാണിച്ചു തരാം. ഇത് താഴത്തോട്ടുള്ള വഴിയാണ്. ഇതാ ബോർഡ്. വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഡാമിൻ്റെ വീഡിയോ നമുക്ക് വേറെ ഒന്നുകൂടെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക.